ജേഴ്സി ഇട്ടിട്ടാണോ പോണേ? അപ്പൊ ആമി സ്കൂൾ വിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. നാളെ അവർക്ക് സ്കൂളിൽ എന്താണ് ഫാൻ ഷോ, വേൾഡ് കപ്പിന്. അപ്പൊ എല്ലാരും നാളെ ജേഴ്സി ഇട്ടിട്ടാണോ പോണേ? എന്റെ അമ്മേ, നീ ഏതാ ടീം? പോർച്ചുഗൽ. പാപ്പു ഏതാ ടീം? അർജന്റീന. അപ്പൊ സ്കൂള് വിട്ട് വന്നിട്ടുള്ള കഥയാണ് കേട്ടോ. അപ്പൊ നാളെ ഇനി ജേഴ്സി ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് സ്കൂളിലേക്ക് അല്ലേ? അപ്പൊ പോയിട്ട് ഫ്രഷ് ആയിട്ട് ജീൻസ് ഇടാൻ പറ്റില്ലല്ലോ, യൂണിഫോം അല്ലല്ലോ അത്. എന്തോ പ്രിൻസിപ്പൽ എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നിനിപ്പോ രാത്രി ഫുൾ കോളായിരിക്കും, ഫ്രണ്ട്സിനെ വിളിക്കുന്നു. അല്ല, അത് പെയിന്റ് കൊണ്ടുവരാൻ പറഞ്ഞു. ഫേസിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ടാ പോണേ? അടിച്ചിട്ട് യൂത്ത് ഫെസ്റ്റിവലിന്റെ ഒരു ഫീൽ ആണല്ലോ നിങ്ങക്ക് മൊത്തം. ആ, സ്കൂളിൽ മറ്റേ ആർട്സ് ഡേ ഒക്കെ നടക്കുന്നത്. എന്നാ പോയിട്ട് ഇപ്പം ഫ്രഷ് ആയിട്ട് പോയോ? ആ എക്സൈറ്റ്മെന്റിൽ ഇപ്പം നിൽക്കണ്ട. അവിടെ ഒരാള് തെറ്റി കിടക്ക. തെറ്റിയതല്ല, അയാള് എന്തോ പരിപാടിയിലാണ്. ആ, പാപ്പുനൊരു റീൽ എടുക്കാണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പം ജേഴ്സി ഒക്കെ ഞങ്ങളെ ആന്റീനോട് പറഞ്ഞു, ബസ് ആന്റീനോട് പറഞ്ഞു, നീ ചുവന്ന കളർ ഡ്രസ് ഇടാൻ, അല്ലെങ്കിൽ ഫീസ് കൊടുക്കൂല പറഞ്ഞു. ഞാനല്ല, അത് വേറെ ഏതൊരു കുട്ടി. അപ്പം വേറൊരാള് അർജന്റീനൻ ഫാൻ പറഞ്ഞു നീല കളർ ഇടണം, മറ്റാൾ മഞ്ഞ. നീല ഷാളും നീല ടോപ്പൊക്കെ ഇട്ടിട്ട് വന്നോട്ടെ. എല്ലാരും കളിയാക്കും. നാളെ നിങ്ങൾ ആന്റീനെ ബസ്സിലൊന്ന് നോക്കി നോക്കണം, എങ്ങനെ ആന്റി വരണേ. ഓക്കെ, അപ്പൊ നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് പാപ്പുന്റെ റീലൊക്കെ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ആമി കുളിക്കാൻ പോയ സമയത്ത് പാപ്പു ചായ പിടിക്കാൻ വന്നേ അല്ലേ? പാപ്പുന് എന്താ ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞേ? അപ്പം നമ്മൾ വീഡിയോ എടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പാപ്പു ആമീൻ്റെയൊക്കെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അല്ലേ പാപ്പു? പാപ്പുൻ്റെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അവിടെ. എല്ലാരും ഫുൾ പണിയിലാണ്. പഠിക്കാനില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. എല്ലാം വായിക്കാനൊക്കെ ഉണ്ട്. അവിടെ നിന്നാണോ നമ്മൾ വീഡിയോ എടുക്കുന്നത്? റീൽസ് എടുക്കുന്നേ? ഒരു ബ്ലാങ്ക് സ്പേസ് വേണം. ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലാങ്ക് ആവണം, ഒന്നെങ്കിൽ വൈറ്റ്. ഇനി നമുക്ക് പെയിന്റ് ചെയ്യണ്ടേ പാപ്പുന്റെ? അത് നമുക്ക് ഇവിടുന്ന് പെയിന്റ് ചെയ്യാം. ഓക്കെ, പെയിന്റ് ചെയ്യാനുള്ള ബ്രഷും പെയിന്റ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ബ്രഷ് കുറച്ചും കൂടെ വൃത്തിയുള്ളതാണ് കാണുമ്പോ അല്ലേ? ഇല്ല, കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരാള്. എന്താ പാപ്പു പരിപാടി? കസേരയുടെ ഒക്കെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെന്തോ പറയും, സ്ലൈഡാണെന്നോ അല്ലേ? ബൈക്കൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഫുൾ പരിപാടിയാണ്. ലൈറ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എവിടുന്ന് ഓക്കെ, അത് മാറ്റണ്ട പാപ്പു. നല്ല രസമുണ്ട് അല്ലേ ആ ഒരു ഷെയ്ഡ് കാണാൻ വേണ്ടിട്ട്. ഏത് ആ നല്ല മതി, പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ ഏരിയ കാണാൻ. ആ ലൈറ്റ് വന്നിട്ട്. പാപ്പു അർജന്റീനയാണ്, പക്ഷെ ഞങ്ങൾക്ക് ബ്രസീൽ കിട്ടിയപ്പോ ഞങ്ങൾ വിചാരിച്ചു പാപ്പുക്ക് ബ്രസീലും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നെയ്മറാണ് പാപ്പു. അത് കിലുക്കല്ല പാപ്പു, ഒച്ചയാണ്. അവിടെ മേക്കപ്പ് പരിപാടികൾ തുടങ്ങി. കിടത്തിട്ടാണോ ചെയ്യുന്നത്? അല്ല, ഫേസ് കുറച്ച് എവിടെയാണ്. ആ ഓക്കെ, ഞാൻ എന്നാ പെയിന്റ് ഇതെടുത്തിട്ട് വരാം. നീ എല്ലാം എടുത്തോ? എടുത്തു. ആ ഓക്കെ. എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഫാബ്രിക് പെയിന്റ് തീർന്നുപോയി. അപ്പൊ ഞാൻ ഗ്രീൻ കളർ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. യെല്ലോയും ബ്ലൂ ആക്കിയ എന്താവും? മിക്സ് ഗ്രീൻ ആവും. വെരി ഗുഡ്. ഞാൻ പഠിച്ച് ഒരു ക്ലാസ് മിക്സ് ആക്കിട്ട് ഗ്രീൻ ആയി. ആ, ക്ലേ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടല്ലേ? പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മുടി ഒന്ന് കെട്ടി കൊടുക്കാം. മുടി കെട്ടി.
നെയ്ബർ അല്ലടോ, നെയ്ബർ എന്താണ്? നമ്മളുടെ വീട്ടിന്റെ അടുത്തുള്ള അയൽവാസികളെ. അതാണോ? അപ്പൊ എന്താണ് റൊണാൾഡോ? അയ്യോ, കിക്കിളിയാവോ? കിക്കിളിയോ ഉണ്ടോ പാപ്പുന്? ഗ്രീൻ കളർ അടിക്കും അല്ലേ? കിക്കിളിയാവോ? കിക്കിളി ആവില്ല. ചിരിക്കല്ലേ? നാളെ സ്കൂളിൽ ഇതൊക്കെ തന്നെ പരിപാടി അമ്മി? ആയിരിക്കും, അറിയില്ല. 2-3 പീരീഡ് ക്ലാസ്സും ഉണ്ടാവും. പാപ്പുന് ഇഷ്ടാണ് ഈ പരിപാടിയിലെ പാപ്പു. പെയിന്റ് ചെയ്യാൻ വേണ്ടി പാപ്പ എങ്ങനെ വേണേലും ഇരുന്ന്. പിന്നെ ഇത് നമ്മൾ എപ്പോഴും ചെയ്യാറില്ല കേട്ടോ. ഇല്ല അങ്ങനൊന്നും ചെയ്യാറില്ല. നമ്മളിന്ന് ഒരു റീൽ എടുക്കാൻ വേണ്ടിട്ടും അല്ലേ പാപ്പു? പിന്നെ കൊറേ ആയി ഫേസ് പെയിന്റ് ചെയ്തിട്ട്. പക്ഷെ നമ്മളത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അതൊക്കെ ഇത് പൊടിഞ്ഞു പോകാറാണ് പതിവ്. പെട്ടെന്ന് കിഴി കളയും അല്ലേ? ബല്ലേ പാട്ടൊക്കെ ഉണ്ടോ ബാബു? ഞാൻ നിങ്ങളോട് ഉമ്മച്ചിനോടൊരു ഡൗട്ടാണ്. ഇത് കറക്റ്റ് ഫ്ലാഗ് വേണോ അല്ലെങ്കിൽ മഞ്ഞ പച്ച വേണോ, അല്ലെങ്കിൽ കറക്റ്റ് ഫ്ലാഗ് ആകുമ്പോ രസമുണ്ടോ അത് വേണോ? നീയാണല്ലോ ആർട്ടിന്റെ ആള്, നമുക്ക് അങ്ങനെ അറിയില്ല. ഞാൻ വീഡിയോ മാത്രം എടുത്തു തരും. ആർട്ട് കംപ്ലീറ്റ് നിനക്ക് വിട്ടു തന്നു. ഇല്ലെങ്കിൽ ഞാൻ വീട് മൊത്തം വരയ്ക്കാൻ പോടാ. അത്ര വേണ്ട അല്ലേ ബാബു? അബേരോട് അടി കിട്ടും. അപ്പൊ പെയിന്റ് ഒക്കെ വാങ്ങിച്ചു തരും. പക്ഷെ എവിടെയാ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ? വെരി ഗുഡ്. അപ്പൊ പാപ്പ ബുക്കാണോ? ആമീന്റെ ബുക്കാണ്. പാപ്പ ചുമരില്ല കേട്ടോ. അപ്പൊ ഇവിടെ വരയ്ക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ വെയിറ്റിങ്ങിലാണ് ഇവരുടെ എങ്ങനെയുണ്ട് വരച്ചിട്ട് കാണാൻ വേണ്ടിട്ട്. ടെൻഷൻ. പാപ്പുന്റെ ഫേസിൽ കൊളായ എന്നെ ചീത്ത അറിയും പാപ്പു. അടിപൊളിയായിട്ട് വരയ്ക്കും. പാപ്പു ഒരു ദേഷ്യക്കാരിയാണ് കേട്ടോ. പക്ഷെ പാപ്പുവിന് എപ്പോഴും ആമ ഇതേപോലത്തെ നല്ല ഡ്രോയിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് പാപ്പുവിന്റെ റിയൽ പച്ച ഫ്ലാഗ് ഇല്ലേ, ബ്രസീലിന്റെ ഫ്ലാഗ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ചിലവര് പച്ച മഞ്ഞ പച്ച അങ്ങനെ ആക്കും. അപ്പൊ നീ പക്ക ബ്രസീലിന്റെ ഫ്ലാഗ് ആക്കാന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം മുകളിലത്തെ ഭാഗം കുറച്ച് കൂടിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ആക്കാം. അല്ല, വീഡിയോ എടുക്കുന്ന റീലിൽ ഫസ്റ്റ് ആ ഫേസ് ആണോ കാണിക്കുക? അതിനൊരു കാര്യം ചെയ്താൽ മതി. ആ ക്ലിപ്പ് ആദ്യം എടുത്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ പാപ്പു മാത്രം വെറൈറ്റി ആയിക്കോട്ടെ. വെറൈറ്റി അല്ലേ ബാബു? ഓക്കെ, കാണാൻ പോകണം പാപ്പ. എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ? 2 കവളിലും ബ്ലഷ് ചെയ്ത മാതിരി അല്ലേ ബാബു? പച്ച ബ്ലഷ് ബ്ലഷ് അല്ല, ബ്രസീൽ ബ്ലഷ്. ബ്രസീൽ ഗേളാണ്. അതൊക്കെ നമുക്ക് ലാസ്റ്റ് തുടയ്ക്കാം. അങ്ങനെ യെല്ലോ കളറിൽ അടിച്ചു തുടങ്ങി അല്ലേ പാപ്പോ? അങ്ങനെ ആക്കിയ ബ്രഷ് കറക്റ്റ് ആണോടാ? ബ്ലഷോ? ബ്രഷ് എന്തായി? കഴിയാനായോ? ഇപ്പൊ കഴിയും. ഇനി റൗണ്ട് ആയിട്ടൊന്ന് വരയ്ക്കാനുണ്ട്. ബ്ലൂ വെച്ചിട്ടാ? പുതിയൊരു വാക്കുകൾ പഠിച്ചു. ഗൈസ്, ഇവിടെ ഒരു ഫ്ലാഗ് റെഡി ആയിരിക്കുന്നു. ഞാൻ നാളെ സ്കൂളിൽ പോകുന്നു പറഞ്ഞപ്പോൾ വേറൊരാൾക്ക് വിഷമം. കാരണം എന്താ, ഇതേപോലെയൊക്കെ ചിലപ്പോൾ ചെയ്യാണെങ്കിൽ സ്കൂളിൽ പോവാണെങ്കിൽ അല്ലേ പാപ്പുന്? പക്ഷെ അടുത്ത വർഷം എവിടെ? സ്കൂളിലോ? ടിവിയില്? അല്ല, അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങളെ സ്കൂളുണ്ടോ? കൊറേ വരാറുണ്ട്. അഡ്വഞ്ചർ സ്കൂൾ. യെസ്, വന്നോളൂ. അങ്ങനെ നെയ്മറിന്റെ കോസ്റ്റ്യൂം ഒക്കെ മാറി 2 പേരും വരുന്നുണ്ട് കേട്ടോ. നമ്മള് നെയ്മർ എത്തിയിട്ടുണ്ട്.
അപ്പം today we are in the stage of a small Neymar. നെയ്മറിനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ. നെയ്മർ ഒന്ന് നോക്കട്ടെ. ഓ നെയ്മർ സ്വന്തമായിട്ട് ലുക്ക്. ഓ അടിപൊളിയായിട്ട്. എന്നെ കണ്ണാടിയിൽ നോക്കട്ടെ. ഓ നെയ്മറിനെ വീഡിയോയിൽ പോലും കിട്ടുന്നില്ല. നെയ്മർ ബിസിയാണ്. കണ്ണാടിയിൽ നോക്കട്ടെ. ആ അവളുടെ കണ്ണാടിയിൽ നോക്കട്ടെ നാമി. അവിടെ വെച്ചോളൂ. ഏനുണ്ട് ബാബു? മെസ്സിയോ മെസ്സി നെയ്മർ. നെയ്ബർ. നെയ്ബർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ നെയ്മർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാപ്പന്റെ ഫേസ് ഒക്കെ കാണിച്ചു നോക്കട്ടെ. സ്കേറി ടീച്ചർ. ഓ അടിപൊളി, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് റീലൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. പാപ്പു എല്ലാവരുടെ ഫാൻസ് ആണ് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ അതേവരെ കാണിച്ചു. പാപ്പു എല്ലാ ആൾക്കാരുടെയും ഫാനാണ്. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോവാണ്. നെയ്മറിന്റെ കോസ്റ്റ്യൂം ചെയ്ത ആളുടെയും കൂടെ. നെയ്മർ നോക്കൂ. ശരിയാണ് നിങ്ങൾ. തിരിഞ്ഞ പാപ്പു, ഇങ്ങോട്ട് തിരിഞ്ഞ തിരിഞ്ഞു. ഇതാണ് ലുക്ക്. ഫേസ് നോക്കട്ടെ, ഫേസിൽ വരച്ചിട്ടുള്ളൊക്കെ. ഓക്കെ അടിപൊളി. ഇതാ പാപ്പുവിന്റെ 2 നെയ്മർ. ആ ഗ്രീനും യെല്ലോയും താറൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് കഴുകിക്കോട്ടോ. അതാ അവിടെ ആയി. ആ വൈറ്റ് നിന്റെ തക്കു ചേച്ചിന്ന് വിളിക്കൂ. ടക്കു ചേച്ചിനെ നിന്റെ ഡ്രസ് എവിടെ? കൊണ്ടുപോകല്ലേ. ഒരാൾ എഡിറ്റ് വരുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പം ആമി ഇവിടെ റൊണാൾഡോൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഒരാൾ എണീറ്റിട്ടുണ്ട്. അപ്പം അയാളൊന്ന് തൽക്കാലം ഒന്ന് ഉറക്കണം. ഓ ബാക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുടി കേട്ടോ അല്ലേ? ആ അല്ലെങ്കിലും നിങ്ങൾ പോണിട്ടേൽ തന്നെയാണ് കെട്ടാറല്ലേ? ഓക്കെ ഇനിയിപ്പോ മറ്റേ രീതി കെട്ടണോ അറിയില്ല. ഓക്കെ അടിപൊളി. ഒരു സൺസ്ക്രീൻ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെന്താ സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സാധാരണ ചെയ്യാറില്ല കേട്ടോ. ആമി ഒരു ലിപ് ബാം ഇടാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയും. അതിട്ടിട്ട് ഞാൻ വിചാരിക്കുന്നത് മറ്റേ സ്കൂൾ പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഫേസിൽ പെയിന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പ്ലാൻ ചെയ്ത് പാപ്പു ഇന്നലെ ചെയ്ത പോലെ അല്ലേ? അതെ പാപ്പു ഇന്നലെ ബ്രസീലിൽ ചെയ്ത പോലെ ഞങ്ങൾ പോർച്ചുഗലിൽ ചെയ്യാന്നാണ്. എങ്ങനെയുണ്ട് ഇതിന്റെ മൊത്തത്തിൽ ഡ്രസ്സ് നോക്കട്ടെ. ഇത് വെനസ്ഡേ സ്കൂൾ പാന്റ്. ഓക്കെ അതിന്റെ കൂടെ ഈ ഒരു ഇത് പോർച്ചുഗലിന്റെ ജേഴ്സി ഇടുക കേട്ടോ. ഇന്ന് നല്ല മഴയും കാറ്റൊക്കെയാണ് കേട്ടോ. എന്നും അങ്ങനെ ഉണ്ടാവാറില്ല. ഇന്ന് നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇവരാരും ഇന്ന് കോട്ടിടാൻ ചാൻസ് ഇല്ല. ഇന്ന് ബസ്സിലൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ടല്ലേ? ഇടയ്ക്കൊന്ന് ഹെയർ സ്റ്റൈല് മാറ്റാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അതിങ്ങനെ വിചാരിച്ചോട്ടോ. ഇനിയിപ്പം ചിലപ്പോൾ അറിയില്ല. എന്തായാലും കുറച്ച് ലിപ് ബാം ഇട്ടോ കേട്ടോ ചുണ്ടില്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഓക്കെ അപ്പം നീ നിന്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യൂ. സ്കിൻ കെയർ എന്താ? സൺസ്ക്രീൻ ഒക്കെ മാത്രം, വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഒന്ന് കണ്ണ് എഴുതി അല്ലാതെ. ഓക്കെ അപ്പം അതൊക്കെ ചെയ്താൽ സ്പ്രേ ഒക്കെ അടിക്കേണ്ട ആവശ്യം. ഞങ്ങൾക്കൊന്ന് 2 സബ്ജക്റ്റ് മാത്രം കൊണ്ടുപോയാൽ മതി. ഇന്നധികം കൊണ്ടുപോകണ്ട. അതുകൊണ്ട് എൻ്റെ പണ്ടത്തെ ബാഗാണ് ഞാൻ ആദ്യത്തെ ബാഗൊക്കെ എടുത്തിട്ടാണ്. വെറും ഇത്ര ബുക്കുകൾ കാണുമ്പോൾ എന്തോ ഒരു സുഖം. അല്ല ബാഗിലേക്ക് കുട എടുത്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ പിന്നെ എന്താ കൊണ്ടുപോകുന്നത് സ്കൂളിൽ? ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞു പൗച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലെന്താ സാധനം? ഫേസ് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെയിന്റ്. ഓ നിങ്ങളുടെ റൊണാൾഡോന്റെ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഇതാ ഗ്രീൻ. ഫ്ലാഗിന്റെ കളറാണോ? അല്ല ബ്ലൂ എന്തിനാ അടുത്ത വെച്ചാൽ യെല്ലോ ആയിട്ട് മിക്സ് ആക്കിയിട്ട് ഗ്രീൻ ആക്കാൻ. ഗ്രീൻ തീർന്നു പോയി. ഇനിയിപ്പോ ഫ്രണ്ട്സും കൊണ്ടുവരും. അത് വേറെ സത്യം.
ആ മിക്സ് ആക്കിക്കോ. പാപ്പ പറഞ്ഞു തരും. എനിക്കറിയില്ല കുട്ടി. പാപ്പ ഇവിടെ ഉറങ്ങാം കേട്ടോ. അത് ഉറങ്ങാന്ന് പറഞ്ഞാൽ അവിടെ കിടക്കാം. അവിടെ ഇരുന്ന് കാണുക. ഇതൊരു മിറർ. ആ ഫേസ് ഒക്കെ റെഡി ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മിററും എടുത്തിട്ടുണ്ട്. അന്ന് രാത്രി അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇച്ചിരി സമയം കൂടെ കഴിഞ്ഞാൽ പോണം. ഇതാണ് ഇന്നത്തെ പാപ്പുന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു മിക്കി മൗസിന്റെ രീതിയിലാണ്. മിക്കി മൗസിന്റെ ദോശയാണ് പാപ്പുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ പാപ്പു? യെസ്. ഇതെന്താണ് മിക്കി മൗസ്? ഇതാ കണ്ടോ? സാമ്പാറും സാമ്പാറും കഴിക്കാൻ നടക്കപ്പോ. പാപ്പ ഉറങ്ങി എണീറ്റ് ഇച്ചിരി സമയമായിട്ടേ ഉള്ളൂ അല്ലേ. അങ്ങനെ പാപ്പു കരഞ്ഞത് കൊണ്ട് ഉമ്മച്ചി വരുന്നില്ല. അത് ഭയങ്കര ഒരു വിഷമമാണ്. പാപ്പു കരയണ്ട, ഞാൻ പോകുന്നില്ല. അപ്പൊ ആമി പോവാണ് കേട്ടോ. ആമി സ്കൂളിൽ പോവാണ്. ബസ് വരാനായി. അപ്പൊ പോയിട്ട് അടിച്ചു വിളിക്ക്. ഓക്കെ, ബൈ ബൈ. നല്ല ഉണ്ടായിട്ട് കേട്ടോ. പാപ്പു എണീറ്റ് പോയി, അല്ലെങ്കിൽ വന്നേനെ. ഇപ്പൊ 7:33, 2 മിനിറ്റ് കൂടെ ഉണ്ട് ബസ് വരാൻ. ഇപ്പൊ ഞാൻ പോവാണ് കൂട്ടുകാരെ. ബൈ. ഇപ്പൊ പോയിട്ട് അടിച്ചു വിളിച്ചിട്ടോ. ബൈ. ഹായ്. അങ്ങനെ സ്കൂൾ വിട്ടിട്ട് നമ്മളാളെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണ് കോലം? മുഖത്തൊക്കെ എന്തൊക്കെയാ? അത് വീണ്ടും വരച്ചതാ. പോയി പോയി ചെയ്ത് ചെയ്ത് ക്ഷീണം പിടിച്ചോ? കാലെന്താ? അയ്യോ, ഇതെന്താ? ഭാഗ്യത്തിന് ഞാൻ എന്റെ സ്കൂൾ ഷൂ ഇട്ടില്ല. സ്കൂൾ ഷൂ ചില ആൾക്കാരുടെ പൊട്ടി. ഭാഗ്യം ഇടാതെ പോയത്. ഇതൊക്കെ എന്താ ലുക്ക് മൊത്തത്തില് മാറിയിരിക്കുന്നു. ഇതെന്താ ഇവിടെ എന്താ വെച്ചിട്ടുള്ള? ഇതോ അത് ചൂടെടുത്തിട്ടാ. അയ്യോ, ഈ ഷൂ എങ്ങനെയാണ് ഞാൻ ക്ലീൻ? ഞാൻ കഴുകാം. അല്ല, മെഷീനിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. ഭാഗ്യം സ്കൂളത്തെ ഇത് ഞാൻ വിചാരിച്ച സ്കൂളത്തെ ഇട്ടിട്ട് പോയിട്ടുള്ള പ്രശ്നം ഉണ്ടാവുമെന്ന്. ഒരു പ്രശ്നമില്ല. കൊറേ കുട്ടികൾ സ്കൂൾ ഷൂ ഇട്ട് അവർക്ക് പണി കിട്ടി. ഫുട്ബോൾ മാച്ചിന് പോയി. മഴ, നല്ല മഴ. അപ്പൊ നല്ല മഴയത്ത് എന്റെ ചെരുപ്പ് നനയുന്നു. മഴയത്ത് ഇടക്ക് കുളിക്കുന്നു, ഇടക്ക് ഇത് എടുക്കുന്നു. മഴ തന്നെയാ? കുറച്ച് കുളിച്ച് റെഡിയാവാം. അപ്പം പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളവിടെ ചീവീടിന്റെ ശബ്ദം കൊണ്ട് ഭയങ്കര ഒച്ചയായിരിക്കും. വന്നിട്ടുണ്ടായിരുന്നോ? കയ്യിലൊക്കെ ഉണ്ടല്ലോ. എന്നാ കേറുമ്പോ ഫ്രഷ് ആവാം. പാപ്പു കരഞ്ഞു രാവിലെ, നീ പോകുമ്പോ ഉമ്മ കൊടുത്തില്ല പറഞ്ഞിട്ട്. ഞാൻ പെട്ടെന്ന് പോയില്ലേ. ഞാൻ സ്കൂളില് ഇരുമ്പുളി ഉണ്ട്. ഇരുമ്പുളി. അപ്പം കഴിച്ചത് നല്ല ടേസ്റ്റാ. പുളിയാണ്. എന്താ നോ റിയാക്ഷൻ. നോ റിയാക്ഷൻ കാണിച്ച. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു അല്ലേ ആമി? നാളെ സ്കൂളുണ്ടോ? എല്ലാവർക്കും വയ്യ. മുട്ടായി നമുക്ക് സെറ്റ് ആക്കാം. ഇനി ആദ്യം കേറി ഫ്രഷ് ആവാം. അയ്യോ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പറയാം. അതെ, പറഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ പുതിയൊരു ക്ഷീണമൊക്കെ മാറിയ നല്ല വീഡിയോ ജയിച്ച് കളി ഉണ്ടായിരുന്നു അതില്. അവിടെ അതില് പോർച്ചുഗൽ ജയിച്ച്, സെക്കൻഡ് അർജന്റീന, തേർഡ് ബ്രസീല്. വേണമെങ്കിൽ പറയാം അങ്ങനെ കളിയും അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചു. ഏതായാലും ഒന്നും എടുത്തില്ല. അയ്യോ വയ്യ. അപ്പൊ ബൈ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. അത് ഞാൻ കണ്ടിട്ടുണ്ട്.